ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കോൺഗ്രസിന് മേൽ കുതിര കയറാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഘടകകക്ഷികളോട് രമേശ് ചെന്നിത്തല. രമേശ് തൊടുത്ത അമ്പ് ആർക്ക് നേരെ? എന്റെ പോരായ്മ എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയുടെ പോരായ്മയാണ്. ഒരു പട്ടിയും കേരള കോൺഗ്രസ് PC വഹിക്കാൻ പോകുന്നില്ല. ഇന്ന് നിയന്ത്രിക്കാൻ ഇവരൊന്നും പോരാ. ഉള്ളതായ്മയാണ്, അക്രമമാണ്. അങ്ങനെയൊന്നും കോൺഗ്രസിന്റെ പുറത്ത് ആർക്കും കുതിര കയറാനൊന്നും പറ്റില്ല. കോൺഗ്രസിന്റെ പുറത്ത് കുതിര കയറാൻ ഘടകകക്ഷികളെ അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ആത്മനിയന്ത്രണം പാലിക്കാൻ ഘടകകക്ഷി നേതാക്കൾ തയ്യാറാകണമെന്നും രമേശ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഘടകകക്ഷികൾക്ക് വ്യക്തമായ താക്കീത് നൽകുന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാർത്താസമ്മേളനം. സർക്കാരിന്റെ സൽഭരണം ജനങ്ങളിലെത്തിക്കാൻ സാധിക്കാത്തത് UDF-ലെ ചില നേതാക്കൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ കൊണ്ടാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. പിള്ള ഗണേശ് തർക്കം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഘടകകക്ഷികൾ കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. എല്ലാ കക്ഷികൾക്കും തുല്യമായ പരിഗണനയും ആദരവുമാണ് UDF-ൽ കൊടുക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് വരാതെ ആളുകൾ ചർച്ച നടക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചർച്ച ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ചർച്ചകളിൽ വരാതിരിക്കുകയും ചർച്ച ചെയ്യുന്നില്ലെന്ന് പറയുകയും ചെയ്യുക. അതെങ്ങനെ ശരിയാവുന്നത്? സർക്കാരിനു തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ചില ഘടകകക്ഷികളാണ്. മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളായിരുന്നു സർക്കാരിന് തലവേദന സൃഷ്ടിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മന്ത്രിയാകാനില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമൊന്നുമില്ല. മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹം ചെയ്തുകൊള്ളുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. താൻ മന്ത്രിയാകുമെന്നത് അഭ്യൂഹം മാത്രമാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മന്ത്രിയാകുമെന്ന വാർത്ത ശരിയല്ല. കോൺഗ്രസ് ഇക്കാര്യം ചർച്ച ചെയ്യുകയോ മന്ത്രിക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അല്ല, അതേ സംബന്ധിച്ച് ഞാൻ രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാനില്ല. അതിനെപ്പറ്റി യാതൊരു ചർച്ചയും പാർട്ടിയിലോ UDF-ലോ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അത് ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ വരുന്ന വാർത്തകളാണ്. പാർട്ടിക്കകത്തോ UDF-നകത്തോ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. മറ്റേതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. CMP നേതാവ് MV രാഘവൻ വീണ്ടും UDF-നെതിരെ. UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊറുക്കാനാകാത്ത തെറ്റാണെന്ന് MV രാഘവൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ നിന്നും മെഡിക്കൽ കോളേജുകളെ പറിച്ചുമാറ്റാനാകില്ല. മര്യാദ കൊണ്ടാണ് UDF-ൽ തുടരുന്നതെന്നും MVR കണ്ണൂരിൽ പ്രതികരിച്ചു. അനാവശ്യമായി പീഡിപ്പിക്കുക, അതിന് പോലീസിന് വരിക, അത് രണ്ടും ചെയ്ത് ഗവൺമെൻറ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാനായില്ല. കൊള്ളരുതായ്മയാണ്, അക്രമമാണ് ഈ മുഖ്യമന്ത്രിയും മറ്റും നമ്മൾ ഇന്ന് UDF വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയിലേ പോകാനായിട്ട് മാറ്റിയില്ല. അതുകൊണ്ട് ഇത് വളരെ വളരെ തെറ്റാണ്, പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നാറിയ കേസ്. MLA സ്ഥാനം രാജിവെക്കാൻ ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെടില്ലെന്ന് R ബാലകൃഷ്ണപിള്ള പറഞ്ഞു. പാർട്ടിയോട് ഇടഞ്ഞ് ഗണേഷ് സ്ഥാനം നഷ്ടപ്പെടുത്തരുത്. ഗണേഷ് പെരുമാറുന്നത് സമനില തെറ്റിയവനെ പോലെയാണെന്നും പിള്ള കുറ്റപ്പെടുത്തി. പത്തനാപുരത്ത് മത്സരിക്കാനില്ലെന്നും പിള്ള തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല. അദ്ദേഹം സമനില തെറ്റി നിൽക്കുക. ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞു. അതിനൊക്കെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, അതിൻ്റെ നിബന്ധനകളുണ്ട്. ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞ് പോയാൽ പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്നുള്ളത് 3 തരമാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ R ബാലകൃഷ്ണപിള്ള എന്ന പാർട്ടി ചെയർമാൻ മത്സരിക്കുകയോ ഈ നിയമസഭയിലേക്ക് വരാൻ ശ്രമിക്കുകയോ മന്ത്രിസഭയിൽ അംഗമാകാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ലെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ദയവായി മീഡിയയും മറ്റുള്ളവരും എന്നെ അപമാനിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുവെന്നുള്ള ഖേദം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുക. ഘടകകക്ഷികൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച രമേശ് ചെന്നിത്തല ആരെയാണ് യഥാർത്ഥത്തിൽ ഉന്നം വെച്ചത്? ഈ വിഷയം പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമുക്കൊപ്പം അതിഥികളായി എത്തുന്നു സണ്ണി ജോസഫ് MLA ടെലിഫോൺ ലൈനിൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഫ്രാൻസിസ് ജോർജ് കൊച്ചി സ്റ്റുഡിയോയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ CPIM MLA P ശ്രീരാമകൃഷ്ണൻ എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, JSSന്റെ KK ഷാജുവിനെ ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പരാമർശം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉദ്ദേശിച്ചല്ല എന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി അങ്ങനെയുള്ള യാതൊരുവിധ
എന്താണ് പറയുക, മുന്നണിയുടെ ഒരു ഡിസിപ്ലിന് വിരുദ്ധമായി, അച്ചടക്കത്തിന് വിരുദ്ധമായിട്ടൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനെയുള്ള യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. പി.സി. ജോർജ് താങ്കളുടെ പാർട്ടിയിലല്ലേ? പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെക്കുറിച്ച് ശ്രീ ഫ്രാൻസിസ് ജോർജ് പാർട്ടിയിലാണ്. പി.സി. ജോർജ് അതെ, തീർച്ചയായിട്ടും അതെ. പി.സി. ജോർജ് ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെയാണ്. പക്ഷേ ശ്രീ ജോർജ് പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അതായത് കെ.ബി. ഗണേഷ് കുമാർ എങ്ങനെയാണോ കേരള കോൺഗ്രസ് ബിക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് എന്ന് ബാലകൃഷ്ണപിള്ള പറയുന്നു, അതുപോലെ താങ്കൾ പറയുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അതീതമായാണ് പി.സി. ജോർജ് ഇതുവരെ പ്രതികരിച്ചത്. ശരിയാണോ? അല്ല, എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്ത് പാർട്ടി സുചിന്തിതമായി എടുത്ത ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലോ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഇങ്ങനെയുള്ള പ്രസ്താവനകളും അതുപോലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത് സാധാരണ ഗതിയിൽ മുൻകാലങ്ങളിലെല്ലാം കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതാണ് UDF-ന് തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, തലവേദന ഉണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഘടകകക്ഷികളാണെന്നാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഘടകകക്ഷികളല്ല, ഘടകകക്ഷി നേതാക്കൾ പലരും ചർച്ചയിൽ പങ്കെടുക്കാതെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേദിയില്ല എന്ന് പരാതിപ്പെടുന്നു. പലരും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നുള്ളതാണ്. ഇതൊക്കെ പി.സി. ജോർജിനെ കൂടി ഉദ്ദേശിച്ചായിരിക്കില്ലേ അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഉൾപ്പെടില്ലേ? ഇല്ല, അതിപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം എനിക്കെങ്ങനെ നടത്താൻ കഴിയും? അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത്, ആരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹം ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ തുറന്നു പറയാം. ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് ടെലിഫോൺ ലൈനിൽ. ശ്രീ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ ആരെയാണ് ഉന്നം വെച്ചത്? ശ്രീ സണ്ണി ജോസഫ് കേൾക്കാമെങ്കിൽ. തിരികെ എത്താം താങ്കളിലേക്ക്. ഇപ്പോൾ ജേക്കബ് ജോർജ് ചേരുന്നു. ജേക്കബ് ജോർജ്, രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയുടെ ഉന്നം യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, കോൺഗ്രസ് ഒരു മുന്നണിയുടെ നേതൃകക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അതിന് യോജിച്ച തരത്തിലുള്ള നേതൃപാടവം കാണിക്കുന്നില്ല എന്നാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ UDF-ന് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം പാർട്ടികൾ അതിലുണ്ട്. ഇപ്പോൾ സാധാരണഗതിക്ക് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു മുന്നണി ഭരണം, ഐക്യമുന്നണി ഭരണം വളരെയധികം കാലാകാലങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് വിജയിച്ച് ഇത് വിജയകരമായ ഒരു ജനാധിപത്യ മോഡലാണ് തെളിയിച്ച സംസ്ഥാനമാണ് കേരളം. അതനുസരിച്ച് പാർട്ടികളും മുന്നണികളുമൊക്കെ ഏറെക്കുറെ വ്യക്തമായി രൂപീകൃതമായിരിക്കുന്നു. രണ്ട് മുന്നണികളും ഏറെക്കുറെ ഒരേ ശക്തിയോട് തന്നെ പരസ്പരം ഏറ്റുമുട്ടി നിൽക്കുന്നു. അതിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, ഈ പറഞ്ഞ ഫ്രാൻസിസ് ജോർജ്, നമ്മുടെ ഒപ്പമുള്ള ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അവരൊക്കെ കൂടി ചേർന്നു. പിന്നെ പി.സി. ജോർജ് അങ്ങോട്ട് ചേർന്നു. എല്ലാം കൂടി ഒരു വലിയൊരു ആൾക്കൂട്ടമായിട്ടുണ്ട് UDF. ഇപ്പൊ CMP. ഇതിൽ കൂടുതൽ കക്ഷികൾ UDF-ൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറയുകയാണ്. ഇപ്പം ഇത്രയും അധികം ആൾക്കാരെയും മുന്നണികളെയും ഇവർക്കെല്ലാവർക്കും കൂടി സീറ്റ് വീതം വയ്ക്കുക, ഇവർക്കെല്ലാവർക്കും കൂടി മന്ത്രിസ്ഥാനം കൊടുക്കുക, അതൊന്നും അല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ഫലമാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പം പി.സി. ജോർജ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി.സി. ജോർജിനെ നിയന്ത്രിക്കാൻ, ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പി.സി. ജോർജിനെ പിടിച്ചു കെട്ടാൻ UDF നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിവില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ UDF നേതൃത്വത്തിന്റെ ഒരു അപജയമാണ് കാണിക്കുന്നത്. ഉണ്ടായതിന് കാരണങ്ങൾ പലതാണ്. തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീരാമകൃഷ്ണൻ, ഇന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ഇതിനു മുൻപ് പലപ്പോഴും പല ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിലെ തന്നെ നേതാക്കളും പരസ്യ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള KPCC അധ്യക്ഷൻ ഇന്ന് പരസ്യമായി പറയുന്നു, ഘടകകക്ഷികൾ ഞങ്ങളുടെ മേൽ കുതിര കയറാൻ നോക്കണ്ട, അത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് UDF-നകത്ത് മറ്റ് ഘടകകക്ഷികൾ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നുവെന്നും
കോൺഗ്രസിന് അത് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നും ഉള്ള പ്രകടമായ അർത്ഥമല്ലാതെ മറ്റെന്തെല്ലാം ധ്വനികളാണ് അതിനുള്ളത്? അല്ല, എനിക്കത് അത്ര ഗൗരവമായിട്ട് കാണാനേ തോന്നുന്നില്ല. വളരെ തമാശയായിട്ട് അത് കേൾക്കാനാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊരു മുന്നണി പ്രവർത്തിക്കുമ്പോൾ ആ മുന്നണിയിലെ ഘടകകക്ഷികൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുന്നണി ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ നിലപാടിൽ യോജിക്കുന്ന നയങ്ങളും നിലപാടുകളും അവർ സ്വീകരിക്കും. ആ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ ശ്രമിക്കും, ആ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. ഇവിടെ കുറച്ച് കാലമായിട്ട് എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദ ശക്തികൾക്കും സാമുദായിക ശക്തികൾക്കും വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ നിർബന്ധിതമായി തീരുകയാണ് UDF. ആ UDFിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് നടപ്പാക്കാൻ സാധിക്കുക? സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പോലും കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാനദണ്ഡങ്ങളോ സ്കെയിലോ ആയിരുന്നില്ല, വേറെ ഒരുപാട് സ്കെയിലുകളായിരുന്നു എന്ന് അവർ തന്നെ പരസ്പരം വിളിച്ച് പറയുകയാണ്. പല സാമുദായിക സംഘടനകളുടെയും സാമുദായിക നേതാക്കളുടെയും സമ്മർദ്ദത്തിൻ്റെയും ഒക്കെ ശക്തിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ രൂപീകരിക്കപ്പെട്ടത്. വകുപ്പ് നിശ്ചയിച്ചപ്പോൾ വകുപ്പിന് നല്ല വകുപ്പ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ ബാഹ്യമായിട്ടുള്ള മുന്നണി ബാഹ്യമായിട്ടുള്ള കാരണങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു മുന്നണിയിൽ എവിടെയാണ് ബന്ധപ്പെടുന്നത്, എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തിരികെ താങ്കളിലേക്ക് ഇപ്പോൾ സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഇതാണ്: കുതിര കയറാൻ, കോൺഗ്രസിന് മേൽ കുതിര കയറാൻ ഒരു ഘടകകക്ഷിയെയും അനുവദിക്കില്ല എന്നാണ്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരെയെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടോ രൂക്ഷമായ ഭാഷയിലോ അല്ല സംസാരിച്ചിട്ടുള്ളത്. ചില സംഭവവികാസങ്ങൾ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനും പ്രയാസമുണ്ടാക്കുന്ന ചില പെരുമാറ്റ രീതികൾ, ചില നിലപാടുകളെ സംബന്ധിച്ച് KPCC പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സണ്ണി ജോസഫ്, താങ്കൾ അങ്ങനെ വാക്കുകൾ കൊണ്ട് കാര്യങ്ങളെ ലഘൂകരിച്ച് കാണരുത്. കാരണം ഇതിനു മുൻപെല്ലാം തന്നെ ഘടകകക്ഷി നേതാക്കൾ പരസ്യമായ പ്രസ്താവനകൾ, അതായത് UDFിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ പരസ്യമായി നടത്തുമ്പോൾ ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അത് പറയാനുള്ള വേദിയാണ് UDF എന്ന്. അങ്ങനെയുള്ള നേതാവാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്, ഘടകകക്ഷികളെ താക്കീത് ചെയ്യുന്ന സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ മേൽ കുതിര കയറാൻ ശ്രമിക്കരുതെന്ന്. ഇല്ല, അങ്ങനെ ഒരു താക്കീതിന്റെ ഭാഷയിലല്ല. കോൺഗ്രസിന്റെ ചില കാര്യങ്ങളിലുള്ള പ്രയാസം അറിയിക്കുക, അത് എനിക്ക് തോന്നുന്നത് മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് KPCC. ശരിയാണ്, അങ്ങനെ പ്രയാസം കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പുറത്തേക്ക് പറയുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാകും, അതിനൊരു കാരണമുണ്ടാകും. ബാലകൃഷ്ണപിള്ള വിഭാഗമാണോ ഇപ്പോൾ UDFിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? അതല്ല, ഏത് നിമിഷവും ഇടതു മുന്നണിയിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന JSSന്റെ കാര്യത്തിലാണോ, അതോ CMPയുടെ കാര്യത്തിലാണോ? വഴിവിട്ട രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നു, വാവിട്ട വാക്കുകൊണ്ട് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന PC ജോർജ് അടങ്ങുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉദ്ദേശിച്ചാണോ? അതല്ല, കാലാകാലങ്ങളായി സർക്കാരിൻ്റെ മേൽ പിടിയുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ലീഗിനെ ഉദ്ദേശിച്ചാണോ? ഇത് വ്യക്തമാക്കേണ്ടതല്ലേ? ഇത് ആർക്കൊക്കെ ബാധകമാകുമോ എല്ലാം ബാധകമാകും. ഏതൊക്കെ കക്ഷികളാണോ മുന്നണിയെ സംബന്ധിച്ച് ചെറിയ രൂപത്തിലെങ്കിലും അസാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ബാധകമാണ്. മുന്നണിക്കകത്ത് എല്ലാ കക്ഷികളും സ്വീകരിക്കേണ്ട, കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ മര്യാദ സ്വീകരിക്കാൻ എല്ലാ പാർട്ടികളും ബാധ്യത. ശരിയാണ് ശ്രീ സണ്ണി ജോസഫ്. അങ്ങനെയാണെങ്കിൽ UDFന് ഒരു കൺവീനറുണ്ട്, കോൺഗ്രസ്സുകാരനായ ഒരു കൺവീനറുണ്ട്, അദ്ദേഹത്തിന് ഇത് UDF വേദിയിൽ പറയാം. ഇന്ന് രമേശ് ചെന്നിത്തല പ്രത്യേകം എടുത്തു പറഞ്ഞു, ഘടകകക്ഷികളല്ല, ഘടകകക്ഷി നേതാക്കൾ, അവർക്ക് എല്ലാ തരത്തിലുള്ള ആദരവും കോൺഗ്രസ് നൽകുന്നുണ്ട്, എന്നിട്ടും തലവേദന സൃഷ്ടിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നു എന്നാണ്. പലപ്പോഴും ഇവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഘടകകക്ഷി നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് മുതിർന്നവരോട്, പ്രായത്തിൽ ഒരുപക്ഷെ ജൂനിയേഴ്സായ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും എല്ലാം എത്ര ആദരവോടെയാണ് പെരുമാറുന്നത്. ഞങ്ങൾക്കെല്ലാം വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. വളരെ ആദരവോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ടീം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ചില ആളുകളുടെ പെരുമാറ്റ ശൈലി അവർ തമ്മിലുള്ളതാണ്. കോൺഗ്രസുമായിട്ടുള്ള തർക്കത്തെക്കാൾ ഉപരി കക്ഷികൾ തമ്മിൽ
കക്ഷികൾക്കകത്തുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങൾ ചിലപ്പോഴെങ്കിലും തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് വളരെ മിതമായ ഭാഷയിലാണ് മാധ്യമ ശ്രീ സണ്ണി ജോസഫ്, ശ്രീരാമകൃഷ്ണൻ ഇവിടെ ഉന്നയിച്ച ഒരു ആരോപണം കോൺഗ്രസിന് UDF-ലെ ഘടകകക്ഷികളെ നയിക്കാൻ നേതൃപരമായ പങ്കുവഹിക്കാൻ കഴിയുന്നില്ല എന്നാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരിക്കലും വലിയേട്ടൻ മനോഭാവം പ്രകടിപ്പിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ മുഴുവൻ ആക്ഷേപങ്ങൾക്കും എനിക്ക് മറുപടി പറയാനുണ്ട്. കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏതെങ്കിലും സാമുദായിക സംഘടനകളുമല്ല. സാമുദായിക സംഘടനകളുടെ പിന്നാലെ പോയിട്ടുള്ളത് അത്തരം നേതാക്കന്മാരെ വിളിച്ച് വേദിയിലിരുത്തി പാർട്ടി നേതാക്കന്മാരെക്കാൾ ആദരിച്ചിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിഷേധിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്. പക്ഷേ സണ്ണി ജോസഫ് അധികാരം ഏൽക്കുന്നതിന് തൊട്ടു മുമ്പും രാജിവെച്ചതിന് ശേഷവും ഒക്കെ UDF നേതാക്കൾ തന്നെയാണ് സമുദായ നേതാക്കന്മാരെ കാണാൻ പോകുന്നത്. കോൺഗ്രസ് ഈശ്വരവിശ്വാസികളുടെ പാർട്ടിയാണ്. മുഖ്യധാര രാഷ്ട്രീയത്തിൽ പ്രധാനമായും ഈശ്വരവിശ്വാസികളുടെ പാർട്ടിയാണ്. സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെയൊക്കെ നിഷേധിക്കുകയും. തിരിച്ചു വരാം. ശ്രീരാമകൃഷ്ണൻ, താങ്കൾ കോൺഗ്രസിന്റെ നേതൃത്വ പാടവ ഇല്ലായ്മയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഇടതുമുന്നണിയിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായാണോ നടക്കുന്നത്? CPIM-നും വലിയേട്ടൻ മനോഭാവം ഉണ്ടെന്ന് സണ്ണി ജോസഫ് പറയുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രതികരണമായി നമുക്ക് എടുക്കാം. അതിനപ്പുറം CPIM-ഉം CPI-യും തമ്മിലുണ്ടായ ആശയപരമായ അഭിപ്രായ ഭിന്നത, പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ അവസ്ഥ, ഇതെല്ലാം രാഷ്ട്രീയ കേരളം കണ്ടതാണ്. അല്ല, ഒരു മുന്നണി, ഞാൻ നേരത്തെ പറഞ്ഞൊരു മുന്നണി രൂപം കൊള്ളുന്നത് ഒരു മിനിമം രാഷ്ട്രീയ നിലപാടുകളിൽ നമുക്ക് യോജിക്കാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. CPIM-ഉം CPI-യും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇടതുമുന്നണിയുടെ ഒരു മിനിമം മാനിഫെസ്റ്റോയിൽ ഞങ്ങൾക്ക് യോജിപ്പുള്ളത് കൊണ്ടാണ്. എന്നാൽ വിയോജിപ്പിൻ്റെ തലങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു അത്ഭുതകരമായ കാര്യമില്ല. ഞാൻ പറയുന്നത് ആശയപരമായ നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസം UDF-ൻ്റെ ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടാകാം. പക്ഷേ ഇവിടെ നടക്കുന്ന അധികാര തർക്കങ്ങളാണ്, വ്യത്യസ്തമായ വിഴുപ്പലക്കുകളാണ്. ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് പറയുന്നത് ഞങ്ങൾ പറയുന്ന എല്ലാവർക്കും ബാധകമാണ്. എൻ്റെ അഭിപ്രായം ഇത് ആർക്കും ബാധകമല്ല, ഒരു കാലത്തും ബാധകമാക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഇത്രയധികം സറണ്ടർ ചെയ്തിട്ടുള്ള, ഇത്രയധികം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ് ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായി നടന്നറിയാലോ, ചീഫ് വിപ്പ് അദ്ദേഹം ഇപ്പോൾ ഇന്നലെ എന്താ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, ഗണേശ അവിടെ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ അടുത്ത വിഴുപ്പ് അലക്കാൻ പോവുകയാണ്. എന്താ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം? ഈ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പാണല്ലോ, ആ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പിൻ്റെ വിപ്പ് ഞങ്ങൾ അനുസരിക്കില്ല, കോൺഗ്രസിന് വേറെ വിപ്പാണെന്നൊരു ഭാഗത്ത് പറയുക. ലീഗ് എന്തെല്ലാം അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നത്? ലീഗ് അഴിഞ്ഞാടുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്ന് പിന്നെ ശ്രീ ആര്യാടൻ മുഹമ്മദ് പ്രതികരിക്കും. ആര്യാടൻ മുഹമ്മദ് പ്രതികരിക്കുമ്പോൾ മറ്റൊരു കോൺഗ്രസ്സുകാരുടെ ശബ്ദം നമ്മൾ കേൾക്കാറില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ ഒരു മുന്നണി പ്രവർത്തിക്കുകയാണ്. ആ മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ താൽക്കാലികമായി ഇന്നലത്തെ KPCC യോഗത്തിലെ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതല്ലാതെ അതിലൊരു ആത്മസംതൃപ്തി കിട്ടി, ഒരു സ്വയം സംതൃപ്തി കിട്ടിയെന്നതിൻ്റെ അപ്പുറത്ത് ഇത് UDF രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് കരുതുന്നില്ല. ഇതിങ്ങനെ തന്നെ പോവുകയുള്ളൂ. കാരണം അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും നയങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ മുന്നണി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം വിവിധ പ്രഷർ ഗ്രൂപ്പുകളുടെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ്, ഇന്ന് രമേശ് ചെന്നിത്തല ഘടകകക്ഷികളെ താക്കീത് ചെയ്യുന്ന സ്വരത്തിൽ, അതായത് കോൺഗ്രസിന് മേൽ കുതിര കയറാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞതിൽ ആ ഘടകകക്ഷികളുടെ കൂട്ടത്തിൽ ലീഗ് ഉണ്ടോ? ലീഗ് ഇല്ലെങ്കിൽ പിന്നെ ആരെയാണ് അത് ഉദ്ദേശിച്ചത്? രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കാര്യങ്ങൾ മുന്നണി സംവിധാനത്തിന്റെ മുന്നോട്ട് പോക്കിനായി കോൺഗ്രസ് നടത്തുന്ന വിട്ടുവീഴ്ചകൾ പാർട്ടിയുടെ ദൗർബല്യമായി ആരും കാണരുത് എന്നാണ്. അത് വളരെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയത്ത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പോലും ഒരു കക്ഷിയിൽ നിന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. അത് സ്വാഭാവികമായും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കക്ഷിയുടെ നേതാവിന് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. അതിനപ്പുറം ആ പ്രസ്താവനയിൽ എന്തെങ്കിലും പാകപ്പിഴവുള്ളതായി തോന്നുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണ്, ആ പ്രസ്താവനയിൽ പാകപ്പിഴകൾ ഇല്ലെങ്കിൽ അപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നത്. ഒരു KPCC അധ്യക്ഷൻ പരസ്യമായി പറയുന്നു ഘടകകക്ഷികൾ കുറച്ചുകൂടി നിയന്ത്രണം പാലിക്കണം. അദ്ദേഹം മിതമായ ഭാഷയിലല്ല പറഞ്ഞത്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കോൺഗ്രസിന് മേൽ കുതിര കയറാൻ ആരെയും അനുവദിക്കില്ല. മാന്യമായ രീതിയിലാണ് ഇതുവരെ ഘടകകക്ഷികളോട് പെരുമാറിയിട്ടുള്ളത്. കോൺഗ്രസ് UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ JSS-ഓ CMP-യോ കേരള കോൺഗ്രസ് മാണി വിഭാഗമോ ആരെങ്കിലും, അല്ലെങ്കിൽ ജേക്കബ് വിഭാഗമോ ആരെങ്കിലും മുന്നണി മര്യാദയ്ക്ക് ചേരാത്ത രീതിയിൽ പ്രവർത്തിച്ചുവെന്ന്? അല്ല, ഓരോ പാർട്ടിയുടെയും ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ആ പാർട്ടികളുടെ അധ്യക്ഷനുണ്ട്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അല്ല, അപ്പോൾ അങ്ങനെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കാത്ത തരത്തിലാണ് ആർ ബാലകൃഷ്ണപിള്ളയും എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും എല്ലാം ഇപ്പോൾ പെരുമാറുന്നത്. അല്ല, ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ സ്വാഭാവികമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രത്യേകത ഒരു വലിയ മനോഭാവം ഇല്ലാത്തൊരു പാർട്ടിയാണത്. ഈ പാർട്ടിക്കകത്ത് ഈ മുന്നണിക്കകത്ത് ഏറ്റവും ചെറിയ കക്ഷി മുതൽ വലിയ കക്ഷികൾക്ക് വരെ അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും അവസാനം അന്തിമമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് കെട്ടുറപ്പിന് ഉതകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും. അങ്ങനെയൊക്കെ താങ്കൾ പറയുമ്പോൾ പുറത്ത് പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് സർക്കാർ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണെന്നാണ്. മുഖ്യമന്ത്രി ലീഗ് നേതൃത്വം പറയുന്ന പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. 5ാം മന്ത്രിയുടെ കാര്യത്തിൽ, എയ്ഡഡ് സ്കൂൾ പദവിയുടെ കാര്യത്തിൽ എല്ലാം തന്നെ ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ പരാമർശത്തിൽ മുസ്ലിം ലീഗും ഉൾപ്പെടില്ലേ? അല്ല, അങ്ങനെ ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. കേരളത്തിൽ ചില സാമൂഹിക സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. എങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാര്യങ്ങളിൽ എപ്പോഴും മുന്നണിക്കകത്തെ ഒരു കക്ഷി എന്നുള്ള നിലയിൽ മുന്നണിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് പ്രചരിപ്പിക്കുന്നവർക്ക് സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ പോലുള്ള ന്യൂനപക്ഷ പ്രസ്ഥാനം, ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ഒരു സംഘശക്തിക്ക് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ എന്നും ഒരു കെട്ടുറപ്പോട് കൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ദയവായി തുടരുക ശ്രീ അബ്ദുറഹ്മാൻ അണ്ടത്താണി. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിലേക്ക്. ഫ്രാൻസിസ് ജോർജ്, ഒരു മന്ത്രിയുടെ സ്വകാര്യ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിക്കുകയും ചെയ്തു ഒരു UDF നേതാവ്. ആ UDF നേതാവിനെതിരെ ഒരക്ഷരം മിണ്ടാൻ UDFനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ മറ്റോ കഴിയുന്നില്ല. അല്ല, ഞാനതേക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടതായിട്ടില്ല. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിവുള്ള കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണ്. എന്താണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, കേരള കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരിക്കലും UDFന് ഒരു തലവേദന. ഫ്രാൻസിസ് ജോർജ്, അത് തന്നെയാണ് കുറച്ചു മുമ്പ് അബ്ദുറഹ്മാൻ അണ്ടത്താണി പറഞ്ഞത്, കോൺഗ്രസിന് ഒരു വലിയേട്ടൻ മനോഭാവമില്ല എന്ന്. അപ്പോൾ മറ്റാരോ വലിയേട്ടൻ കളിക്കുകയല്ലേ? അതേക്കുറിച്ച് ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് വലിയേട്ടൻ കളിച്ചാലും അവർ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകും, പരിഹാസപാത്രങ്ങളാകും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മളൊക്കെ പാലിക്കേണ്ട ഒരു തത്വം. പൊതുരംഗത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ പാലിക്കേണ്ട മിതത്വം എല്ലാ കാര്യങ്ങളിലും അത് പാലിക്കുക. അത് പാലിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ശ്രീ ഫ്രാൻസിസ് ജോർജ്, രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത് എല്ലാ ഘടക കക്ഷികൾക്കും കോൺഗ്രസ് തുല്യമായ പരിഗണനയും ആദരവുമാണ് നൽകിയിട്ടുള്ളത് എന്നാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാണി വിഭാഗവുമായി ലയിച്ച ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പരിഗണനയും ആദരവും അത് തിരികെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയാണല്ലോ. ഞങ്ങളിപ്പോൾ അങ്ങനെ ജോസഫ് വിഭാഗം, മാണി വിഭാഗം അങ്ങനെ രണ്ട് വിഭാഗമായിട്ടില്ല. ഞങ്ങളിന്ന് ഒരു കക്ഷിയാണ്. ഒരു കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന അത് സംബന്ധിച്ചൊക്കെ അല്പസ്വല്പ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ബൈ ആൻഡ് ലാർജ് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറയുക, ഞങ്ങളോട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക വേർതിരിവ് കാണിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു എന്നും ഞങ്ങൾ പറയുകയില്ല. സ്വാഭാവികമായി അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കക്ഷികൾക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ പരാതികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് അതിനാണല്ലോ UDF യോഗങ്ങൾ ചേരേണ്ടത്. അങ്ങനെ സമയബന്ധിതമായി UDF യോഗങ്ങൾ ചേർന്ന് പൊതുവായിട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ വിവിധ കക്ഷികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ കൃത്യമായി ചർച്ച ചെയ്ത് അതിനൊക്കെ പരിഹാരം കാണാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. തിരികെ എത്താൻ താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ നമുക്കറിയാം ഘടകകക്ഷികളിൽ ചിലത് JSS പോലെയുള്ളത്, MV രാഘവനെ പോലെയുള്ളവർ UDFുമായി പരസ്യമായി തന്നെ വിയോജിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് NSS സെക്രട്ടറി സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഇടതുപക്ഷമായി സ്ഥിരമായി ശത്രുത പുലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന്. എങ്ങോട്ടാണ് UDF രാഷ്ട്രീയത്തെ ഇത് നയിക്കുന്നത്? അല്ല, UDF രാഷ്ട്രീയം, UDFിൻ്റെ പ്രതിച്ഛായ വളരെയധികം മോശമായിട്ടുണ്ട് അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നോക്കിയാൽ പല സംഭവങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ UDFിൻ്റെ മുഖച്ഛായ, സർക്കാരിൻ്റെ മുഖച്ഛായ ഒക്കെ വളരെയധികം തകർക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം
പ്രധാനപ്പെട്ട ഒരു കാരണം ഘടകകക്ഷികളുടെ ഇത്തരം പ്രവർത്തനങ്ങളും നടപടികളുമാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗണേഷ് കുമാറിൻ്റെ പേരിലുണ്ടായ വിവാദം. അതിന് കാരണക്കാരായവർ UDF-ൽ തന്നെയാണ്. ഗണേഷ് കുമാറിൻ്റെ സ്വന്തം പാർട്ടി, ഗണേഷ് കുമാറിൻ്റെ സ്വന്തം പിതാവ്, അതുപോലെ തന്നെ മറ്റൊരു കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവും ചീഫ് വിപ്പുമായ PC ജോർജ്, ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു തിരക്കഥ. ആ തിരക്കഥ അനുസരിച്ച് ഇവർ വൃത്തികെട്ട രാഷ്ട്രീയം, കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് വന്ന് ഒരു മന്ത്രിയെ പുറത്താക്കി. ഇതൊക്കെ കൂടി ഒരു ഗവൺമെന്റിനെ വല്ലാതെ ബാധിച്ചില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് തുടക്കത്തിൽ ഒരു ചർച്ചയുണ്ടായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവ് ശ്രീ KM മാണി ഇടതു മുന്നണിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? PS അച്യുതാനന്ദൻ ക്ഷണിക്കുന്നു, അതിൻ്റെ പേരിൽ ചില ചർച്ചകൾ നടക്കുന്നു. തുടർന്ന് JSS ഇടതു മുന്നണിയിലേക്ക് മാറാനുള്ള സൂചനകൾ പല തരത്തിലും പ്രകടിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CMP MV രാഘവൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന്. ഈ തരത്തിൽ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിൻ്റെ കാര്യത്തിൽ MP വീരേന്ദ്രകുമാറിൻ്റെ നിലപാടുകൾക്കെതിരെ വലിയൊരു വിഭാഗം ഈ പാർട്ടി വിട്ടു പോകാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇങ്ങനെയെല്ലാം അസ്വസ്ഥതകൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു മുന്നണിക്കകത്ത് നിന്നും ഘടകകക്ഷികൾ ചിതറിപ്പോകുമോ എന്ന ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നുമായിരിക്കുമോ ഇന്ന് KPCC അധ്യക്ഷൻ ഇതുപോലെ താക്കീതിൻ്റെ സ്വരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഈ ഘടകകക്ഷികളെല്ലാം ഭിന്ന സ്വരമുള്ള, ഭിന്ന രൂപവും ഭാവവുമുള്ള ഈ ഘടകകക്ഷികളെ, ഈ നേതാക്കന്മാരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയം രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ ഈ ബോധം തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. അതേസമയം MER, ഗൗരിയമ്മ തുടങ്ങിയവരൊക്കെ എനിക്ക് തോന്നുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് UDF രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാവും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യലിസ്റ്റ് ജനത, ആ ജനതാദളിൽ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉയർന്നിരിക്കുന്നു. കൃഷ്ണൻകുട്ടിക്കും മറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-നെ പിന്താങ്ങിക്കൊണ്ട്, കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണത്തെ പിന്താങ്ങിക്കൊണ്ട് അധികം കാലം മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥ UDF-ലും മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല കക്ഷികളും മാറ്റമുണ്ടാവാം. അവരൊക്കെ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തിരികെ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ശ്രീരാമകൃഷ്ണനിലേക്ക്. ശ്രീരാമകൃഷ്ണൻ, കേന്ദ്രത്തിൽ UPA സർക്കാരിനെതിരെ വലിയ ഒരു കൂട്ടായ്മ പ്രാദേശിക കക്ഷികളുടെ രൂപം കൊണ്ടിരിക്കുന്നു. അവിടെയും ഇടതുപക്ഷം നിശബ്ദമാണ്. ഇവിടെ UDF-ൽ നിരന്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയും CPM കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ? ഇല്ല, അങ്ങനെയില്ല. ഞങ്ങൾ ഒരു നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. കുതിരക്കച്ചവടം വഴി ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് താൽക്കാലികമായൊരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ ഞങ്ങളില്ല. പക്ഷേ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ സ്വാഭാവികമായ ഒരു വികാസം വരികയാണ്. ഇപ്പം ശ്രീ KM മാണിക്ക് എത്ര കാലം UDF-ൽ തുടരാൻ കഴിയും? അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണണം. കാരണം കേരള കോൺഗ്രസ് രൂപീകരിക്കുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫെഡറലിസത്തെ പിടിച്ചുകൊണ്ട്, പ്രാദേശിക കർഷക താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ശ്രീ KM മാണിയുടെ കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിനെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആക്ട് അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനക്കമ്മി കുറയ്ക്കാനുള്ള കടുംപിടുത്തം അടിച്ചേൽപ്പിച്ച് കേരളത്തിൻ്റെ, അതായത് ആഗോളവൽക്കരണ നയങ്ങൾക്ക് കേരളത്തെ കൂടി തുന്നിച്ചേർക്കാൻ മാണിയൊരു ടൂളാക്കുകയാണ്. എത്ര കാലം രാഷ്ട്രീയമായിട്ട് അങ്ങനെ നിൽക്കാൻ കഴിയും? കർഷക താല്പര്യങ്ങളോട് മുഴുവൻ എടുക്കുന്ന സമീപനം എന്താ? ഇത് തന്നെയാണ് കുടിവെള്ള സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടും പ്ലാച്ചിമണ പ്രശ്നമായിട്ടും പുസ്തകങ്ങളുടെ പരമ്പരകൾ എഴുതിയ ജനതാദളിനും അതിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ വീരേന്ദ്രകുമാറിനും എല്ലാ കാലത്തും ഇങ്ങനെ തുടരാൻ സാധിക്കുമോ? ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളാണ് ശ്രീ MV രാഘവൻ. MV രാഘവൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിന് അനുഗുണമായുള്ള നിയമനിർമ്മാണം ഇവിടെ നടത്തിയത്. അപ്പോൾ ഇതിലെല്ലാം രാഷ്ട്രീയമായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ UDF ശിഥിലീകരിക്കപ്പെടും എന്നതാണ് സംഭവിക്കുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ ചോദിച്ച ചോദ്യം താങ്കളിലേക്ക് ഞാൻ തരുന്നു. എത്ര കാലം KM മാണിക്ക് ഈ മുന്നണിയിൽ തുടരാൻ കഴിയും? മറ്റൊന്നുകൂടി, ശ്രീ KM മാണിയുടെ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി UDF-ലെ പ്രമുഖമായ ഒരു ഘടകകക്ഷിയാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പരാമർശം അത് JSS-നെയും CMP-യെയും ഉദ്ദേശിച്ചാണ് നടത്തിയതെന്ന് പറയാൻ കഴിയുമോ? മറ്റൊന്നുകൂടി, JSS-ഉം CMP-യും ഈ അടുത്ത കാലത്തായി എടുക്കുന്ന നിലപാടുകൾ മുന്നണി മര്യാദകൾക്ക് ചേർന്നതാണോ? അല്ല, ഇപ്പോൾ ഇവിടെ ഏതാനും ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനകത്ത് എത്ര കാലം ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് പാർട്ടിക്ക് UDF-ൽ തുടരാൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യത്തിന് എന്താണ് പ്രസക്തി ഉള്ളത്? ഇപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാ മുന്നണി, ഏത് മുന്നണിയാണെങ്കിലും, അതിപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും, ഒരു കോമൺ മിനിമം പ്രോഗ്രാം, ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നണികൾ പ്രവർത്തിക്കുന്നത്.
ആ പൊതു മിനിമം പരിപാടി എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എടുക്കുന്ന പൊതു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണണം. അങ്ങനെയാണല്ലോ എല്ലാ മുന്നണികളിലും നടക്കുന്നത്. ഒരു മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിൽ പോവുക എന്നുള്ളതല്ല അതിനൊരു പരിഹാരം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കർഷക താല്പര്യങ്ങൾ. ആ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ല, ഇനിയും തയ്യാറാകുന്ന പ്രശ്നമില്ല. കാർഷിക മേഖലയുടെയും കർഷകരുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിനുതകുന്ന നയങ്ങളും പരിപാടികളും വേണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും വേണം. സംസ്ഥാന തലത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെൻറ്റും അതേ നിലപാട് സ്വീകരിക്കണം. ആ നിലപാടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പി.സി. ജോർജ് എടുത്തിട്ടുള്ള നിലപാടുകളും അദ്ദേഹം നടത്തിയിട്ടുള്ള പരസ്യ പ്രസ്താവനകളോടും വ്യക്തിപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഇക്കാര്യത്തിൽ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടുള്ള താങ്കൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? തുടർന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ പി.സി. ജോർജിനെയും വെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാതെ മുന്നണി മര്യാദകൾ കാത്തുസൂക്ഷിച്ച് ആദരവ് നൽകിക്കൊണ്ട് തിരികെ കിട്ടുന്ന തരത്തിൽ ആദരവ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്? അല്ല, ഇപ്പം വ്യക്തികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നാൽ അത് തിരുത്താമല്ലോ. തെറ്റുപറ്റുക സ്വാഭാവികമാണ്. തെറ്റുപറ്റി എന്ന് ബോധ്യമായാൽ അത് തിരുത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കറക്ഷൻസ് വരുത്തേണ്ടതിനൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ 16-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ യോഗം ചേരുന്നുണ്ട്, കമ്മിറ്റി ചേരുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. സ്വാഭാവികമായും വേണ്ട തിരുത്തലുകൾ വരുത്തും. അങ്ങനെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. റൈറ്റ്. വളരെയധികം നന്ദി ഫ്രാൻസിസ് ജോർജ്, ജേക്കബ് ജോർജ്, ശ്രീരാമകൃഷ്ണൻ, ഒപ്പം തന്നെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.